Hello everyone, welcome back to Bosco Campus Vision. Today I am going to discuss the topic Functional Dependencies in Database Management System from Module 3. Third module നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. So starting with Functional Dependencies. So it describes the relationship between attributes in a relation. Functional dependency is a relation that exists when one attribute uniquely determines another attribute. സോ ഒരു ടേബിളിൽ അല്ലെങ്കിൽ റിലേഷനിൽ ആട്രിബ്യൂട്ടുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി യൂസ് ചെയ്യുന്നത്. ക്ലിയർ? സോ ഒരു ടേബിളിൽ ആട്രിബ്യൂട്ട്സിൻ്റെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യാൻ. സോ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഒരു ടേബിളിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഒരു ആട്രിബ്യൂട്ട് മറ്റൊരു ആട്രിബ്യൂട്ടിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഈസ് എ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ബിറ്റ്വീൻ ടു ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ. സോ ഒരു റിലേഷന് രണ്ട് ആട്രിബ്യൂട്ടുകൾ തമ്മിലുള്ള ആ ഒരു കൺസ്ട്രെയിൻസിനെയാണ് ദ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ദറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു ആട്രിബ്യൂട്ട്സ്, അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ടേബിളിലെ ആട്രിബ്യൂട്ട്സിൻ്റെ റിലേഷൻഷിപ്പിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷനാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ക്ലിയർ? അത്ര മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതാണ് റിലേഷൻഷിപ്പിൽ, ഒരു റിലേഷനിൽ ആട്രിബ്യൂട്ട്സിൻ്റെ റിലേഷൻഷിപ്പിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി സേസ് ദാറ്റ് ഇഫ് ടു ടപ്പിൾ ഹാവ് സെയിം വാല്യൂസ് ഫോർ ആട്രിബ്യൂട്ട് B1, B2, etc. up to Bn, A1, A2, etc. up to An, then those two tuples must have same values for B1, B2, etc. up to Bn. അതായത് ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ പറയുവാണ് രണ്ട് ടപ്പിൾസ് will have same values for attribute A1, A2, etc. up to An. സോ നമ്മൾ ആട്രിബ്യൂട്ട്സ് കൺസിഡർ ചെയ്യുമ്പോൾ A1 to An ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, ആ ആട്രിബ്യൂട്ട്സിൽ ഏതെങ്കിലും രണ്ട് ടപ്പിൾസിന്, അതായത് രണ്ട് റോസിന് എന്താണ് A1, A2, etc. up to An ആട്രിബ്യൂട്ട്സിന് സെയിം വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ അതേ വാല്യൂസ് തന്നെ ആയിരിക്കും B1, B2, etc. up to Bn ആട്രിബ്യൂട്ട്സിനും എന്നുള്ളത്. അത് നമുക്ക് ടേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുവാണെന്നുള്ളത്. ഓക്കെ, അതായത് A എന്ന് പറയുന്ന ആദ്യത്തെ കോളവും B എന്ന് പറയുന്ന രണ്ടാമത്തെ കോളമായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ A1ലുള്ള ആട്രിബ്യൂട്ടിൻ്റെ അതേ വാല്യൂസ് തന്നെ ആയിരിക്കും B1ലുള്ള ആട്രിബ്യൂട്ടിനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ ആ ഒരു വേ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അങ്ങനെയാണ്. സോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണം, എന്താണ് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് എപ്പോഴും ഫങ്ഷണൽ ഡിപ്പെൻഡൻസി യൂസ് ചെയ്യുന്നത്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആൻ ആരോ സൈൻ ദാറ്റ് ഈസ് A ഫങ്ഷണലി ഡിറ്റർമിൻ B. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ, ആ സ്ലൈഡിൽ കാണാൻ സാധിക്കും. കണ്ടോ, ഒരു ആരോ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എയും ബിയും രണ്ട് ആട്രിബ്യൂട്ട്സ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ A ഫങ്ഷണലി ഡിറ്റർമിൻസ് B എന്ന് പറഞ്ഞാൽ A ആരോ മാർക്ക് B, അങ്ങനെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് A ഫങ്ഷണലി ഡിറ്റർമിൻ B. ക്ലിയർ ആവുന്നുണ്ടോ? A is ഫങ്ഷണലി ഡിറ്റർമിൻ B. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ആട്രിബ്യൂട്ട് ഡിറ്റർമിൻസ് ദ വാല്യൂ ഓഫ് ആട്രിബ്യൂട്ട് ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ് ആട്രിബ്യൂട്ട്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ആട്രിബ്യൂട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ആട്രിബ്യൂട്ടിനെ ഫങ്ഷണലി ഡിറ്റർമിൻ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതായത് ലെഫ്റ്റിൽ കിടക്കുന്ന A റൈറ്റിൽ കിടക്കുന്ന Bയെ ഫങ്ഷണലി ഡിറ്റർമിൻ ചെയ്യുന്ന അർത്ഥം. സോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതി പറയാം, B is ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ A. മനസ്സിലായോ? അതായത് A ഡിറ്റർമിൻസ് B എന്ന് നമ്മൾ പറയുന്നത് A ഫങ്ഷണലി ഡിറ്റർമിൻ B എന്ന്. അതിനെ വേണമെങ്കിൽ മറ്റൊരു രീതി പറയാം, B is ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ A. B എയുമായിട്ട് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് A ആരോ മാർക്ക് B എന്ന് എവിടെ കണ്ടാൽ ഈ രണ്ട് രീതിയിൽ പറയാം, A ഫങ്ഷണലി ഡിറ്റർമിൻ B എന്നോ അല്ലെങ്കിൽ B is ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ A എന്നോ.
ക്ലിയർ ആവുന്നുണ്ടോ? കോൺസെപ്റ്റ് ക്ലിയർ ആണ് നിങ്ങൾക്ക്? എ ആരോ മാർക്ക്, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പറയുന്ന ഒരു കാര്യവും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് എ ആരോ മാർക്ക് ബി എന്ന് പറയുന്നത് എ ഫങ്ഷണലി ഡിറ്റർമിൻ ബി. ആൻഡ് അതിനെ മറ്റൊരു രീതി നമുക്ക് പറയാം ബി ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ എ എന്ന്. ക്ലിയർ? എങ്ങനെയായാലും നമ്മൾ എഴുതുന്നത് എങ്ങനെ ആയിരിക്കും? എ ആരോ മാർക്ക് ബി, ദറ്റ് ഈസ് എ ഡിറ്റർമിൻ ബി, അല്ലെങ്കിൽ എ ഫങ്ഷണലി ഡിറ്റർമിൻ ബി. അത് നമ്മൾ ചുരുക്കി എ ഡിറ്റർമിൻസ് ബി എന്ന് പറയാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ബി ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ എ എന്നും പറയാം. സോ ഇൻ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി the attribute of a table is said to be dependent on each other when an attribute of table uniquely identifies the attribute of same table. അപ്പം ഇത് ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെ? ഒരേ ടേബിളിൽ ഒരു ആട്രിബ്യൂട്ട് അതേ ടേബിളിൽ തന്നെ മറ്റേ ആട്രിബ്യൂട്ടിന് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, സപ്പോസ് സ്റ്റുഡൻറ്റ് ഐ ഡി സ്റ്റുഡൻറ്റ് നെയിം, സോ ഐ ഡി നെയിമിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവർ പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയാം. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, സപ്പോസ് എ സ്റ്റുഡൻറ്റ് ടേബിൾ വിത്ത് ആട്രിബ്യൂട്ട് ഐ ഡി നെയിം ഏജ്. ഓക്കെ, ഐ ഡി ആട്രിബ്യൂട്ട് യുണീക്ലി ഐഡൻറ്റിഫൈസ് ദ നെയിം. ദിസ് ഇസ് നോൺ ആസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയ സംഭവം. എയും ബിയും എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്തത് രണ്ട് ആട്രിബ്യൂട്ട്, ഏതാണ്? ഐ ഡിയും നെയിമും. അപ്പം ഐ ഡി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഐ ഡി ഇസ് ഫങ്ഷണലി ഡിറ്റർമിൻ നെയിം, അല്ലെങ്കിൽ നെയിം ഇസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ ഐ ഡി എന്ന് പറയാം. ഓക്കെ, അതാണ് നെയിം ഇസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ ഐ ഡി. സോ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഇസ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ആട്രിബ്യൂട്ട്സ് ഓഫ് സെയിം ടേബിൾ. ഒരേ ടേബിളിലെ രണ്ട് ആട്രിബ്യൂട്ട്സിൻ്റെ ഒരു അസോസിയേഷനെയാണ് നമുക്ക് ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ക്ലിയർ? അതായത് ഒരു ടേബിളിൽ തന്നെ രണ്ട് ആട്രിബ്യൂട്ടുകളുടെ ഒരു റിലേഷൻഷിപ്പിന് കാണിക്കാനാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി യൂസ് ചെയ്യുന്നത്. ഒരു ആട്രിബ്യൂട്ട് മറ്റേ ആട്രിബ്യൂട്ടിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണം. അങ്ങനെയാണെങ്കിലാണ് അവിടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ? സോ ഇപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. A determines B states that if two tuple agree value in attribute A, they must also given value of attribute B. സോ ഇവിടെ എ ഡിറ്റർമിൻസ് ബി എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? രണ്ട് ടപ്പിൾ വാല്യൂസ്, ഓക്കെ, ആട്രിബ്യൂട്ട് എയിലെയും ആട്രിബ്യൂട്ട് ബിയിലെയും നമുക്ക് തന്നിട്ടുണ്ട്. So if A determines B can take only one value for a given attribute upon which is functionally dependent, അതായത് A determines B എന്ന് പറയുമ്പം A എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് B എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ ഒരു വാല്യൂവിനെ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, B can take only one value of A. എയുടെ ഒരു വാല്യൂവിനെ ബിക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഡിപ്പെൻഡൻസി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പോലും 1-to-1 ആണ് അവിടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. അതായത് ബിക്ക് ഒരു വാല്യൂവിനെ മാത്രമേ എയുടെ ഇൻടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് ഇവിടെ എയും ബി എന്ന് പറഞ്ഞ റിലേഷനുണ്ട്. ഇപ്പം എയിലെ ഒരു ആട്രിബ്യൂട്ട്, എ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിലെ ഒരു വാല്യൂ ബി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിലെ ഒരു വാല്യൂ ആയിട്ട് സിംഗിൾ റിലേഷൻഷിപ്പിലായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ ടേബിളിൽ സെക്കൻഡ് റോ, സെക്കൻഡ് വാല്യൂ A2 എന്ന് പറയുന്ന വാല്യൂ B7-ഉമായിട്ടും B9-ഉമായിട്ടും റിലേറ്റഡ് ആയിരിക്കുന്നു എന്ന് കാണിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യത്തില്ല. ദിസ് ഇസ് നോട്ട് ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 1 to 6, 2 to 7 ഓക്കെ, അത് എക്സിസ്റ്റ് ചെയ്യും, 2 to 8 ഓക്കെ. പക്ഷേ ബിയുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എക്ക് രണ്ട് വാല്യൂവിനെ ഇൻടേക്ക് ചെയ്യാൻ പറ്റത്തില്ല അറ്റ് എ ടൈം. ക്ലിയർ? അപ്പോൾ അവിടെ എ ഡിറ്റർമിൻസ് ബി എന്ന് പറയുന്ന അവിടെ ഈ രണ്ട് വാല്യൂവിൻ്റെ കേസ് ട്രൂ അല്ല. A2 ഡിറ്റർമിൻസ് B7 ആൻഡ് B9 ഇസ് നോട്ട് ട്രൂ. A2 ഡിറ്റർമിൻസ് B7 എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇറ്റ്സ് ട്രൂ. അല്ലെങ്കിൽ A2 ഡിറ്റർമിൻസ് B9 എന്ന് പറഞ്ഞാൽ ഓക്കെ, ട്രൂ. പക്ഷെ രണ്ടും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ വരണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ A2 രണ്ട് പേരെ ഐഡൻറ്റിഫൈ ആണെങ്കിൽ അതൊരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ആയിരിക്കത്തില്ല.
മനസ്സിലാവുന്നുണ്ട്. അതാണ് ആ പ്രീവിയസ് ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. എ ഡിറ്റർമിൻസ് ബി, അല്ലെങ്കിൽ ബി ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻറ്റ് ഓൺ എ എന്ന് പറയുമ്പോൾ അവിടെ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നതും കാണിക്കണം, അറ്റ് ദ സെയിം ടൈം യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ആയിരിക്കണം. ക്ലിയർ? സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്നാണ്. ഒരു റിലേഷനിലെ രണ്ട് ആട്രിബ്യൂട്ടുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് എപ്പോഴും ഫങ്ഷണൽ ഡിപ്പെൻഡൻസി യൂസ് ചെയ്യുന്നത്. സോ ഒരു ആട്രിബ്യൂട്ട് മറ്റേ ആട്രിബ്യൂട്ടിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യിക്കണം. സോ ഒരു ടേബിളിൽ ആട്രിബ്യൂട്ട്സ് A1 A2 എക്സെട്ര അപ് ടു AN ആണെങ്കിൽ മറ്റൊരു ടേബിളിലെ വാല്യൂ B1 B2 എക്സെട്ര അപ് ടു BN ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മളിവിടെ ഇപ്പോൾ ഈ ടേബിൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും, എയുടെ വാല്യൂസും ബിയുടെ വാല്യൂസും. അതുപോലെ തന്നെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു എക്സാമ്പിളും നമ്മൾ കണ്ടു. സോ ഐ ഹോപ്പ് ദറ്റ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദ സെഷൻ. Assignment question: explain the functional dependency.